എന്താണ് യു ഐ, എന്താണ് യു എക്സ്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. വാട്സപ്പ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. ഈ വാട്സപ്പ് നമ്മൾ കാണുമ്പോൾ അതിനൊരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അതിലെ ബട്ടൺ, അതിന്റെ കളറ്, മറ്റു കമ്പോണന്റുകളുടെ കളറ്, അതിന്റെ അലൈൻമെന്റുകൾ, ഇതൊക്കെ അടങ്ങുന്നതാണ് യു ഐ എന്ന് പറയുന്നത്. അതായത് യു ഐ എന്ന് പറയുന്നത് അതിന്റെ ബ്യൂട്ടി മാത്രമാണ്. ഈ യു ഐ ചെയ്യുന്നത് യു ഐ ഡിസൈനേഴ്സ് ആണ്, അല്ലെങ്കിൽ വിഷ്വൽ ഡിസൈനേഴ്സ് ആണ്. ഇനി എന്താണ് യു എക്സ് എന്ന് പറയുന്നത്? നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ചാറ്റ് ചെയ്യുകയാണ്, അപ്പോൾ കൃത്യമായി നമുക്ക് ചാറ്റ് ചെയ്യാനാവുന്നില്ല, എററുകൾ വരുന്നു, അല്ലെങ്കിൽ സമയം എടുക്കുന്നു, നമ്മൾ ചാറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡ് ആവുന്നില്ല, ഒരു DP അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യമായി ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാകുന്നു, നമുക്ക് അവിടെ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് ഉണ്ടാകുന്നു. അപ്പോൾ ആ വാട്സപ്പ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടുന്നുമില്ല. ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിലെ ആക്സസിബിലിറ്റി ഇഷ്യൂസ് ആവാം, ഒരു സാധാരണ യൂസറിന് അത് മനസ്സിലാക്കാൻ പറ്റാത്തതാവാം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, അതാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, യു എക്സ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ വാട്സപ്പ് കൊണ്ട് നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. അതായത് യു ഐ എന്ന് പറയുന്ന ലുക്ക് ആൻഡ് ഫീൽ മോശമായാലും യു എക്സിനെ അത് ബാധിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല.